ഹേ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് പുതിയ ഡെയിലി എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളെ മസ്താക്കുട്ടനെ കൊടുത്തിട്ട് നമുക്കൊരു പുതിയ ഡെയിലി എടുക്കണം. ഇവൻ ഓൾമോസ്റ്റ് ഡെഡ് ആവാറായി. വീൽ ബെയറിംഗ് ഒക്കെ പോയി, മാനുവൽ സെക്കൻഡ് ഗിയർ ചെറിയ ഗ്രൈൻഡൊക്കെ ഉണ്ട് വണ്ടിക്ക്. എല്ലാം കൊണ്ട് നമ്മളപ്പോൾ ഓർത്ത് നമുക്കൊരു പുതിയ ഡെയിലി കൺസിഡർ ചെയ്യാമെന്ന് അതെടുക്കാൻ വന്നേക്കാണ്. വിശേഷങ്ങളും അതെങ്ങനെ ഓൾറെഡി പറയാം, നമ്മളൊരു BMW തന്നെ നോക്കാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു നോ സർപ്രൈസ് ആയിരിക്കും അത്. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കണം. വണ്ടിയുടെ ഇഷ്യൂസൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നതാണ്. വണ്ടി ഇപ്പോൾ നല്ല വൃത്തികേടായിട്ടായിരിക്കണേ. നമുക്ക് വേണമെങ്കിൽ ഇത് ഡേർട്ടിയസ്റ്റ് കാർ എന്ന് പറയാം. ഇത് നല്ലൊരു ഇൻറ്റീരിയർ പ്രൊജക്ട്സ് ആയിരിക്കും അത്യാവശ്യം. അപ്പോൾ വണ്ടി വന്നേക്കണ വിത്ത് സമ്മർ ടയറാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിക്കും 2 കപ്പ് ഹോൾഡർ ലക്ലി വർക്കിംഗ് ആണ്. മോസ്റ്റ്ലി 90 ഷാസി വന്ന വണ്ടികൾക്കൊക്കെ കപ്പ് ഹോൾഡർ വർക്കിംഗ് അല്ലായിരിക്കും. പിന്നെ ഇതും 6 സ്പീഡ് മാനുവലാണ്, N52 എഞ്ചിൻ വരുന്നത്. വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നോർമലി നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ഇതിന് ഉള്ളതെന്ന് പറഞ്ഞാൽ സിലിണ്ടർ 1 മിസ് ഫയർ ഉണ്ട്, പിന്നെ എയർ ബാഗ് ലൈറ്റ് ഉണ്ട്, ഓയിൽ ഫിൽറ്റർ ഹൗസിംഗ് ലീക്ക് ഉണ്ട്, അതുപോലെ തന്നെ വാൽ കവറിന്റെ ലീക്ക് ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പം മേജർ ഇഷ്യൂസ് ആയിട്ട് ഈ വണ്ടിക്ക് വരുന്നത്. പക്ഷെ ക്ലച്ച് ഓക്കെ ആണ്, എന്നാലും ഒരു 50% 60% ലൈഫ് ഉണ്ട് ഇനിയും. ഇല്ലെന്ന് പറഞ്ഞാൽ വണ്ടി നല്ലൊരു ഡീറ്റെയിൽ കൊടുക്കണം വണ്ടിക്ക്. ഇത് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടായിരിക്കണം ഇത് ഫുള്ള്. ബാക്ക് സീറ്റ് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ ട്രങ്ക് വർക്ക് ചെയ്യുന്നില്ല. ട്രങ്കിന്റെ അത് എപ്പോഴും പോകുന്നു. ഈ 90 പഴയ വണ്ടിയൊക്കെ ട്രങ്കിന്റെ അങ്ങോട്ട് വയറിങ് എപ്പോഴും കട്ടായി പോകും. അപ്പോഴത്തേക്കും ഈ വണ്ടിക്ക് ചെയ്തേക്കണ സീറ്റിന്റെ ഇവിടെ ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് നമ്മൾ ഞെക്കിയാൽ ഇപ്പൊ ട്രങ്ക് വർക്ക് ചെയ്യണം. അപ്പം അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. വണ്ടിയുടെ എൻജിൻ ബേ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ലീക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ എൻജിൻ ബേ. ഇതാണ് N52 എന്ന് പറഞ്ഞ എൻജിൻ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഓയിൽ ഫിൽറ്റർ ഹൗസിങ്ങിൻ്റെ ലീക്കാണിത്. പിന്നെ വാൽ കവർ ഇവിടെ ലീക്കുണ്ട്. ഇത് വാൽ കവർ ലീക്കാവെന്ന് പറഞ്ഞാൽ ഇതിപ്പം നേരെ ഡ്രിപ്പ് ആവണത് എക്സോസ്റ്റിലോട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പം ഓയിലിൻ്റെ ഫ്യൂംസ് നേരെ ഇത് കണ്ട്, ഇത് ഡ്രിപ്പാണ്, ഇത് നേരെ എക്സോസ്റ്റ്. അപ്പോൾ എക്സോസ്റ്റിലോട്ട് ഡ്രിപ്പ് ആകുമ്പോൾ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരെ ഓയിൽ ബേൺ ചെയ്യണതിൻ്റെ സ്മെല്ല് വരും ഭയങ്കരമായിട്ട്. പിന്നെ നോക്കിയാൽ സിലിണ്ടർ 1 മിസ് ഫയർ ഉണ്ട്, അത് ചെറുതായിട്ടുള്ളൊരു ഇഷ്യൂ. പിന്നെ ഇത് നോക്കിയാൽ വാൽ കവർ ജസ്റ്റ് പോകുന്നതിൻ്റെ തുടക്കമാണ് ഇത് കണ്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കിയാൽ ചെറിയ ഒരു വാക്കും ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ വാൽ കവർ പോകുന്നതിൻ്റെയാണ് യൂഷ്വലി BMW അത് കാണിക്കാറ്. പക്ഷേ അത്രയും മേജർ വാക്കും അല്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം നമുക്കത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മെയിൻലി നമ്മൾ എല്ലാ വണ്ടിയിലും പറയുന്ന പോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡിൻ്റെ അത് ലീക്കുണ്ട്. ബെൽറ്റും പുള്ളിയെല്ലാം ഓക്കെ ഷേപ്പാണ്. ഒരു വണ്ടി 323 ആയതുകൊണ്ട് ഇതിന് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നില്ല. എന്നാലും ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ. പക്ഷേ ഡെയിലി ആയിട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മളത് വേണോ വേണ്ടയോ എന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. കൂടുതൽ മണി ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പം നമ്മൾ CAAക്ക് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നില്ല. ഇപ്പം CAA വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഓർത്തിരിക്കണത്. ഇപ്പോൾ CAA വിളിച്ച് വണ്ടി ഒരു ഫ്ലാറ്റ് ബെഡ് നമ്മൾ പഴയ E92 എടുത്ത പോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. പക്ഷേ വണ്ടി വരുന്നത് മുകളിൽ ഇതൊക്കെ വന്നുണ്ട്, റൂഫ് റാക്കൊക്കെ വന്നുണ്ട്. പിന്നെ നമുക്ക് സമ്മർ ടയറും കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഇരിക്കണ സ്റ്റോക്ക് അലോയാണ്. സ്റ്റോക്ക് അലോയിൽ വിൻ്റർ ടയർ ഓക്കെ കണ്ടീഷനാണ്. സ്ട്രട്ട് ഓക്കെ ആണെന്ന് വെച്ചാൽ ഓക്കെയാണ്. അണ്ടർ ബോഡി റസ്റ്റും ഒക്കെ കുറച്ചേ ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ പ്രൈസ് വെച്ചിട്ട് വണ്ടി ഒരു ഡെയിലിക്ക് വേണ്ടി ഫൈനാണ്. വണ്ടി ഇവർ അത്രയൊന്നും കെയർ ചെയ്യാതെ കിടന്നതാണ്. അതാ കണ്ടില്ലേ, ഇപ്പം എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഇലയായിട്ടെല്ലാം വേസ്റ്റ് നിറഞ്ഞു കിടക്കും. ഇതൊക്കെ ഡ്രെയിൻ ഇതാണ്. ഇപ്പോൾ നമ്മൾ വന്ന ഫ്രണ്ട് റെയിൻ വാട്ടർ ഡ്രെയിനാണ് വരുന്നത്, അതെല്ലാം ക്ലോഗായിട്ട് കിടക്കുക. വേറെ ഇഷ്യൂ ഓടിച്ച് നോക്കിയിട്ടൊന്നും വേറെ കുഴപ്പം കാണുന്നില്ല. വണ്ടിയെല്ലാം സ്റ്റോക്കാണ്, ഒന്നും മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല.
ബ്രിട്ടോ ബോർഡിൽ നിന്ന് CAA വിളിക്കുകയാണ്. CAA വിളിച്ച് നമുക്ക് ഫ്ലാറ്റ് ബെഡി സെറ്റ് ചെയ്തിട്ട് വേണം വണ്ടി കൊണ്ടുപോകാൻ. അപ്പോൾ അവൻ CAA വിളിച്ച് സെറ്റാക്കുകയാണ്. ഇനി വണ്ടി വന്ന് ടോ ചെയ്യണോ എല്ലാം നമ്മൾ കാണിക്കാം. എത്ര വെയിറ്റ് ചെയ്യാം? എത്ര എടുക്ക്? റെഡി 2010 BMW 323i റീൽ വീൽ ഡ്രൈവ് മാനുവലാണ്. ഇത് E90 ചാസിയാണ്. അപ്പോൾ 4 ഡോണാണ് വരുന്നത്. അപ്പോൾ വണ്ടി വന്ന് നമ്മൾ കണ്ടു, വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കി ഓണറുമായിട്ട് നമ്മൾ നെഗോസിയേഷനൊക്കെ കഴിഞ്ഞ് ഡീല് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോ ട്രക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ടോ ട്രക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വീട്ടിലേക്ക് ടോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പുതിയ ഡെയിലി ആയിട്ട് ഉദ്ദേശിച്ച് എടുത്തേക്കുന്ന വണ്ടിയാണ്. നമ്മുടെ മസ്താനെ കൊടുത്തിട്ട് അടുത്തൊരു BM എടുക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാനുവൽ റീൽ വീൽ ഡ്രൈവ് ആണ്. വണ്ടി ഞാൻ വിൻ്ററിൽ ഉപയോഗിക്കുന്നതായിരിക്കും അടുത്ത വർഷം. വിൻ്ററിൽ റീൽ വീൽ ഡ്രൈവ് എങ്ങനെയുണ്ടാവും എന്ന് ചോദിച്ചാൽ അറിയില്ല. ഫ്രണ്ട് ഡ്രൈവ് ആയിരിക്കും, നമുക്ക് നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടി ടോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോയിങ് ചേട്ടൻ എവിടെയോ പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല. നമ്മൾ 4 വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെ, നമ്മുടെ ടോയിങ് ചേട്ടൻ ഡിയാബ്ലോ പുള്ളി ജെറ്റ് ഇട്ട പോലെ പോയത്, പൊടി പോലും കാണാനില്ല ഇവിടെ ഒന്നും. ഇപ്പൊ നമ്മള് പുറകെ ജെറ്റ് ഇട്ട പോലെ പിടിക്കുക. ഇപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ കിടന്നിരുന്നത് വിൻ്റർ ടയറാണ്. വിൻ്റർ ടയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ത്രെഡുള്ള ടയറായിരുന്നു കിടന്നിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബോണസായിട്ട് സമ്മർ സെറ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് വിത്ത് റിംസ്. അപ്പം അതൊരു നല്ല ഡീലായിരുന്നു. അപ്പോൾ നമുക്ക് സമ്മറിലേക്ക് ഇനി വേറെ ടയർ നോക്കേണ്ട കാര്യമില്ല.
പിന്നെ നമ്മളിപ്പം വെതറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നല്ല വെതറിന് വേണ്ടി. അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് വേണം നല്ല വെതറാണ് കാണിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇപ്പം 1-2 പ്രൊജക്റ്റ് ഓൾറെഡി ആയി, പെൻഡിങ് നിൽക്കുവാണ്, എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഫൈനലി നമ്മൾ ഡിയാബ്ലോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഡിയാബ്ലോ പുള്ളി പതുക്കിയാ പോണേ, പക്ഷെ എന്നാലും ഇടയ്ക്ക് ജെറ്റിട്ടെന്ന് തോന്നുന്നു. അതെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ മാപ്പിലെങ്ങും റൂട്ടിലെങ്ങും കാണാണ്ടായി കഴിഞ്ഞപ്പം ഡിയാബ്ലോ വിട്ട് ജെറ്റിട്ട് പോയെന്ന് വിചാരിച്ചേ. അതെ, ഇപ്പം പുള്ളി നമ്മള് ട്രാക്കർ ഉണ്ട്, അപ്പൊ നമുക്ക് വണ്ടി ട്രാക്ക് ചെയ്യാം. അപ്പൊ ട്രാക്ക് ചെയ്യപ്പം ഞങ്ങളുടെ ഒരു 5-6 കിലോമീറ്റർ മുമ്പിലുണ്ടായിരുന്നു. അപ്പം പുള്ളിയെ നമ്മൾ ട്രാക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പുള്ളി അതാ സ്ലോ ലൈൻ ചേർന്നാ പോണേ, അപ്പം മാക്സിമം കെയർഫുൾ ആയിട്ടാ പോകുന്നതെന്നാ തോന്നുന്നത്. അതെ, വണ്ടിയൊക്കെ സ്ട്രാപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിയാബ്ലോന് വണ്ടി ചാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അറിഞ്ഞില്ല. പറയും ഡിയാബ്ലോ സിഗരറ്റൊക്കെ കത്തിച്ച് വരുന്നുണ്ട് പറയുന്നത്. ഞങ്ങൾ നോക്കൂ, കാട്ട സിഗരറ്റൊക്കെ ടഫായിട്ടിരുന്നാ വരുന്നത്. എവിടെ പോയി ഡിയാബ്ലോ? ഡിയാബ്ലോ എന്തോ അതിലുണ്ട് ഡിയാബ്ലോ. റെഡി അവനെ നമ്മൾ ടോ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് വീടെത്താറായി. വീടെത്തി അവനെ ഇറക്കി നമ്മൾ പാർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ബാക്കി വർക്കൊക്കെ പതുക്കെ അല്ലേ? പതിയെ. അതെ, ക്ലൈമറ്റ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ എല്ലാ വണ്ടിയും പെയിന്റിങ് വെച്ചേക്കാണ് അതേപോലെ. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡിയാബ്ലോ വെയിറ്റ് ചെയ്യും. ഡിയാബ്ലോ വന്നിട്ട് നമുക്കിവിടെ വണ്ടി ഇറക്കി നമുക്കൊന്ന് നോക്കണം. ബാക്കി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അണ്ടർ ബോഡിയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കൂടുതൽ നോക്കിയില്ല. അവിടെ കുറച്ച് വിൻഡി ആയിരുന്നു, തണുപ്പുമായിരുന്നു. ഇവിടെ ഇപ്പോൾ കുറച്ച് വെയിലുള്ളതുകൊണ്ട് വലിയ തണുപ്പ് ഇവിടെ തോന്നുന്നില്ല നമ്മുടെ ഈ ഏരിയയിൽ. നമ്മൾ ഡിയാബ്ലോ വന്നിട്ട് നമുക്ക് ഓഫ് ലോഡ് ചെയ്യുന്ന വണ്ടി അണ്ടർ ബോഡിയൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പം കാണാം. ഓക്കെ, ഡിയാബ്ലോനെ നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. നമുക്ക് CA വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രാക്കിംഗ് ഇൻഫർമേഷൻ കാണിക്കും. അപ്പം ഇതാണ് ഇപ്പോൾ ഡിയാബ്ലോയുടെ ലൊക്കേഷൻ. ഇവിടെ ഒരു ആയി ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. 4-1 സ്റ്റില്ല്. അപ്പോൾ കാനഡയിലുള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ടോയിങ് സർവീസാണ് CA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇയർലി മെമ്പർഷിപ്പാണ്. അതിന് പല മെമ്പർഷിപ്പുണ്ട്. നമുക്ക് ആദ്യം തന്നെ ബേസിക് മെമ്പർഷിപ്പ് 75 സംതിങ് ആണെന്ന് തോന്നുന്നു. അതിൽ പക്ഷേ കവറേജ് കുറവായിരിക്കും, 10 കിലോമീറ്റർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള മെമ്പർഷിപ്പ് വരുന്നതാണ് നമുക്ക് അപ് ടു 250 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ടോ ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ 3 to 4 സർവീസ് വരെയുണ്ട്. അപ്പോൾ വിൻ്ററിലൊക്കെ അത് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ വണ്ടി ഡിച്ചി പോവോ എന്തോ ആയിക്കോട്ടെ, അവർ വണ്ടി ടോ ചെയ്ത് തരും. ഈവൻ ദോ നമുക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വേറെ ലൊക്കേഷനിലേക്കോ മെക്കാനിക് ഷോപ്പിലേക്കോ ടോ ചെയ്യാൻ പറ്റും. അവളോ വലിയ സമയമൊന്നും എടുത്തില്ല. നമ്മളെത്തിക്കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ വന്നു. എവളോ അപ്പോൾ നമ്മൾ ഇവിടെ റോട്ടിൽ തന്നെ ഓഫ് ലോഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ റിവേഴ്സ് ബാക്കപ്പ് ചെയ്യേണ്ട, അവിടെ തന്നെ ഓഫ് ലോഡ് ചെയ്യുക. ഒരു 2 മിനിറ്റിൻ്റെ കേസിലുള്ളൂ. അപ്പം നമ്മളപ്പോൾ അവിടെ തന്നെ ചെയ്താൻ പറഞ്ഞു പുള്ളിയോട്. അതെ, വണ്ടി അവിടെ നിന്ന് കയറ്റി വിട്ട കണ്ടീഷൻ തന്നെയുണ്ട്. വണ്ടി ഇടയ്ക്ക് ചാടിപ്പോയൊന്നുമില്ലെന്ന് തോന്നുന്നു. ഡിയാബ്ലോ പറഞ്ഞില്ല ഐ ഹാവ് 10 year എക്സ്പീരിയൻസ്. 10 year എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു.
ഓക്കെ, അപ്പോൾ വണ്ടി നമ്മൾ ഇതേ ടോയിൻ ട്രക്കിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, വണ്ടി സേഫായിട്ട് വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോയി വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നമ്മുടെ സമ്മർ ടയറും കാര്യങ്ങളെല്ലാം പുറകെ ഇരിപ്പുണ്ട്. നമ്മൾ അലോയ് നോക്കിയിട്ടില്ല. അലോയ് ഏതാന്ന് നോക്കണം. പിന്നെ നീ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, നീ കുറച്ച് ലക്കിയാണ് ആ കാര്യത്തിൽ. നമ്മൾ മറ്റേ വണ്ടി എല്ലാ വണ്ടിയിലും പറഞ്ഞ പോലെ നിന്റെ 2 കപ്പ് ഹോൾഡർ വർക്കിംഗ് ആണ്. അത് ഇനി കപ്പ് ഹോൾഡർ ഫ്ലെക്സ്. അത് E90 ഓണേഴ്സ് ഒക്കെ ഫ്ലെക്സ് ചെയ്യണ വെച്ചിട്ടാണെന്നറിയോ, കപ്പ് ഹോൾഡർ വർക്കിംഗ്. ഇത് E90 ആയതുകൊണ്ട് മറ്റേ സീറ്റ് ബെൽറ്റ് കൊണ്ടു തരുന്ന സാധനമില്ല. അതെ, E90 അതെ. പിന്നെ നമുക്ക് സീറ്റിന്റെ ഒരു എയർ ബാഗ് കോഡ് കിടപ്പുണ്ട്, അത് നോക്കണം എന്നാന്ന്. അതെ, അത് യൂഷ്വലി പഴയ E90 ഇതിനൊക്കെ വരുന്ന E90 മിനി കൂപ്പർ എല്ലാത്തിനും വരുന്നതാണ്. യൂഷ്വലി എന്നാ വന്നേന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ, ഇതാ സീറ്റിന്റെ മറ്റേ ഹീറ്റിങ്ങിന്റെ ഇതാണ് വരാറ് യൂഷ്വലി. നോക്കാം നമുക്ക്. അതെ അതെ. പിന്നെ വേറൊരു കാര്യം കണ്ടത്, ഇവിടെ ചെറിയൊരു റസ്റ്റ് സ്പോട്ട് ഉണ്ട് ഈ ഡോറിൽ. ഇത് കണ്ടോ, ഇതൊരു ചെറിയ റസ്റ്റ് സ്പോട്ടാ. വേറെ അങ്ങനെ മേജർ റസ്റ്റ് ആയിട്ടൊന്നും വണ്ടിക്കില്ല. BMW യൂഷ്വലി അത്ര വലിയ റസ്റ്റ് വരാറില്ല. അതെ, കമ്പയർഡ് ടു ലൈക്ക് ടൊയോട്ട അല്ലെങ്കിൽ ഹോണ്ടയെ വെച്ച് നോക്കുമ്പോൾ ബോഡി വൈസ് അത്ര റസ്റ്റ്. ഇപ്പൊ ചെറിയൊരു റസ്റ്റ് സ്പോട്ട് ഉണ്ട്, വലിയ ഇഷ്യൂ വരത്തില്ല. അപ്പം ഡിയാബ്ലോ നമുക്ക് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു കാർ വാഷിന് കൊണ്ടുപോയി നോക്കാം വണ്ടി ഒന്ന്. ഇവിടെ അടുത്ത് പെട്രോ കാനഡ ഒരു കാർ വാഷുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ എടുത്തിട്ട്, വണ്ടി ഇപ്പം എക്സ്റ്റീരിയർ ഫുള്ള് ചെടിയും മണ്ണും പൊടിയൊക്കെയാണ്. അപ്പോൾ ഒന്ന് വണ്ടി കഴുകി വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വണ്ടി ഒന്ന് നന്നായിട്ട് കഴുകിയാലേ വണ്ടിയുടെ ബ്ലാക്കിന്റെ എടുപ്പ് കിട്ടുള്ളൂ. അതെ അതെ അതെ. ഇപ്പോൾ ഫുള്ള് ഭയങ്കര സോൾട്ടും മറ്റേ സ്നോയ്ക്കകത്ത് അവനെ ഓടിച്ചിട്ട് ഭയങ്കര വെള്ളപ്പാടാണ്. വീഡിയോയ്ക്ക് നേരത്തെ വീഡിയോ ക്ലിപ്സ് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് കഴുകി വണ്ടിയുടെ യഥാർത്ഥ ലുക്ക് ഒന്ന് നോക്കാം. അതെ, വണ്ടിയുടെ ആ ഒരു പെയിന്റ് കണ്ടീഷൻ ശരിക്കാനാണെങ്കിൽ വണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് കഴുകണമല്ലോ. അതെ, നമുക്കിനി വണ്ടി കഴുകാം. റെഡി. വാവ്, പോയി വിട്ടത്. പേടിക്കണ്ട, സീറ്റ് ബെൽറ്റ്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് പെട്രോ കാനഡയുടെ ടച്ച്ലെസ് കാർ വാഷ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നേക്കാണ്. ഇവിടെ 3 വണ്ടി ലൈനിലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ടച്ച്ലെസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യണം അല്ലേ? അതെ അതെ. പല ലൊക്കേഷനുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ടച്ച് ഉള്ള വാഷാണ് ഉള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വണ്ടിയിൽ സ്വേൾ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം പലതരത്തിലുള്ള വണ്ടികൾ അവിടെ വന്ന് കഴുകുന്നത്. ചില വണ്ടികൾ ചിലപ്പം ഓൾമോസ്റ്റ് അത്യാവശ്യം വൃത്തിയായിരിക്കും, ചിലത് മണ്ണും ചെളിയും എല്ലാം കൂടെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ബ്രഷിൽ ഇരുന്നിട്ട് നമ്മൾ വണ്ടിയിൽ ടച്ച് ചെയ്യുമ്പോൾ ആ വണ്ടി അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അത് ബ്ലാക്ക് വണ്ടിയിലേക്കാണെങ്കിൽ എടുത്തറിയും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ടച്ച്ലെസ് ആയിരിക്കും. അപ്പോൾ ടച്ച്ലെസ് ഇവിടെയാണെങ്കിൽ പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റാമ്പ് ഇല്ല. ചിലടത്ത് ടച്ച്ലെസ് ആണെങ്കിൽ റാമ്പ് ഉണ്ട്. റാമ്പുള്ളടുത്ത് പ്രശ്നം ലോവർ ചെയ്ത വണ്ടി അലോയ് സ്ക്രാച്ച് ആവാൻ ചാൻസസ് ഉണ്ട്. വണ്ടി കേറില്ല. എന്റെ വണ്ടി ഒരെണ്ണം നോക്കിയിട്ട് കയറിയില്ല. കാരണം നമുക്ക് ആ ഒരു ബമ്പ് ഉള്ളതുകൊണ്ട് അവിടെ തട്ടി നിൽക്കും. അപ്പം ഇവിടെ റാമ്പും ഇല്ല, ടച്ച്ലെസ്സും ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി ഇവിടെയാണ് വരാറ്. അപ്പം ഇനി നമുക്ക് വണ്ടി വാഷ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയുടെ ഫുൾ വാക്ക് അറൗണ്ട് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഇതേ കഴുകിയിട്ടുണ്ട്. വണ്ടി നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതെ അതെ അതെ. വണ്ടി എന്നാ പറഞ്ഞാൽ ആകെ സോൾട്ടും അതുപോലെ മറ്റേ മഞ്ഞിൻ്റേതും ചെളിയും മണ്ണൊക്കെ ആയിട്ട് ആകെ വണ്ടി ശോകം കണ്ടീഷനിലായിരുന്നു. നമ്മൾ വണ്ടി ഒന്ന് കഴുകിയിട്ടുണ്ട്. വണ്ടി കഴിയുമ്പം കണ്ടു, ഇപ്പം നമുക്ക് ഹെയർ ലൈൻ ഇഷ്ടം പോലെ ഇത് മാർക്സ് കാണാം, ചെറു മാർക്സ് കാണാം. അപ്പം ഇതൊക്കെ ഒന്ന് ബഫ് ചെയ്തെടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂസൊക്കെ കഴിഞ്ഞിട്ട്. അതെ, ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻപെർഫെക്ഷൻസ് മനസ്സിലാവുമെന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പോൾ ഈവൻ സ്വേൾ മാർക്സ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്, ഇത് കണ്ടോ? ഇത് നമ്മൾ അവിടെ വെച്ച് നോട്ടീസ് ചെയ്തിട്ടുണ്ടായില്ല. ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. ബാക്കി ഇതുപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാലാണ് ബാക്കി വേറെ എന്തൊക്കെയാണ് പ്രശ്നമുള്ളത്. ആദ്യം അത് വണ്ടി ഇപ്പം ഇത് നോർമൽ വീല് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വ്യത്യാസം കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പേസറൊക്കെ ഇടും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇട്ടാൽ 9J ഒക്കെ ഇട്ടാൽ കറക്റ്റായിട്ട് ഫ്ലഷ് ചെയ്ത് നിൽക്കും വീലൊക്കെ. അപ്പം അതൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ്. ഇപ്പോൾ ഡെയിലി ആയതുകൊണ്ട് നമ്മൾ അത്ര ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും.
അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ 323 2010 മോഡലാണ്. ഇൻലൈൻ 6 ആണ് വണ്ടി വരുന്നത്, N52 എൻജിൻ. ഇത് ബേസ് മോഡലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇപ്പം പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് അല്ല വന്നിരിക്കുന്നത്, ഹാലജനാണ്. പിന്നെ ബാക്കി സ്റ്റോക്ക് ബോൺ സ്റ്റോക്കാണ് വണ്ടി. അപ്പം ഇതിനും വർക്കുകൾ കുറച്ചുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഓരോ അപ്ഡേറ്റിനായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ്സ് വരുന്നതാണ്. അപ്പം നമ്മളെ ഫോളോ ചെയ്യുക. പീസ്.